Hi friends, ഇന്നത്തെ നമ്മുടെ റെസിപ്പി തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ്. നല്ല ദം ചെയ്തിട്ടുള്ള ട്രഡീഷണൽ സ്റ്റൈൽ തലശ്ശേരി ചിക്കൻ ബിരിയാണി. അപ്പോൾ ഞാൻ ഇതുവരെ വെജിറ്റബിൾ ബിരിയാണി, പ്രോൺസ് ബിരിയാണി, ഫിഷ് ബിരിയാണിയും ചെയ്തു. ഇതെൻ്റെ 4ാമത്തെ ടൈപ്പ് ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി. അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചിക്കൻ ബിരിയാണിക്ക് ആവശ്യമായ ചിക്കൻ മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഫ്ലഷ് മാത്രമാണ് 2 കിലോ. ഇത് വലിയ പീസായിട്ട് മുറിച്ചെടുത്തതാണ്. ബിരിയാണിക്കൊക്കെ വലിയ പീസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അതിന് ആവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഉള്ളി 5 ഉള്ളിയാണിത്. 5 ഉള്ളി നേരിയതായി സ്ലൈസ് ചെയ്തത്. പിന്നെ 1 പിടി മല്ലിയില, 1 പിടി പുതിനയില, പിന്നെ ഓയില്, പശു നെയ്യ്. ഇതൊക്കെ ഓയിലും പശു നെയ്യൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നിങ്ങൾക്ക് നല്ല ഓയിലി ആയിട്ടുള്ളത് ആവശ്യമെങ്കിൽ നന്നായിട്ട് ഓയിൽ ചേർക്കാം. പശു നെയ്യ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നവർക്ക് പശു നെയ്യ് ചേർക്കാം. പിന്നെ ഒരു 5 തക്കാളി നേരിയതായി സ്ലൈസ് ചെയ്തത്, ഒരു 10 അല്ലി വെളുത്തുള്ളി. ഇത് വലിയ അല്ലി ആയതുകൊണ്ടാണ് ഞാൻ 10 അല്ലി എടുത്തിട്ടുള്ളത്. ചെറിയ അല്ലിയാണെങ്കിൽ ഒരു 15 അല്ലിയോളം വേണ്ടി വരും. ഒരു 7 പച്ചമുളക്. ഇത് നല്ല എരിവുള്ളതായതുകൊണ്ടാണ് ഞാൻ 7 എടുത്തത്. ബിരിയാണിയൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം എരിവ് ഉണ്ടായിരിക്കണം. കാരണം റൈസൊക്കെ അതിൻ്റെ കൂടെ വരുന്ന സമയത്ത് അധികം എരിവില്ലെങ്കിൽ ഒരു എന്താ പറയുക, അധികം ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും നമുക്ക്. 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഗരം മസാലയാണ്. ഇതിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിൽ തന്നെയുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് റെഫർ ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മസാല ചതച്ചെടുത്തിട്ടുണ്ട്. ചൂടായ ഉരുളിയിലേക്ക് നമ്മൾ ഉള്ളി ചേർക്കുകയാണ്. ഇനി ഉള്ളിയിലേക്ക് ഉപ്പ് ചേർക്കാം. ഉള്ളി ഒന്ന് വാടുന്നത് വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം മാത്രം നമ്മൾ ഓയിൽ ചേർക്കുക. ഇപ്പോൾ എൻ്റെ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുകയാണ്. നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. നമ്മളെ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ച് ചേർക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റി കൊടുക്കാം. അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തതിൻ്റെ പച്ചമണം മാറി. ഇനി അതിലേക്ക് തക്കാളി ചേർക്കുക. എന്നിട്ട് ഈ തക്കാളി നന്നായി ഉടയുന്നവരെ വഴറ്റി കൊടുക്കുക. നമ്മൾ തക്കാളി നന്നായി വഴറ്റിയിട്ടുണ്ട്. നല്ല ഉടഞ്ഞ് നല്ല പരുവായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, ഗരം മസാല നമ്മൾ പകുതിയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണാണ് ആദ്യം ചേർക്കുന്നത്. അപ്പം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചിക്കനാണ് ചേർക്കേണ്ടത്. പക്ഷേ അതിനു മുമ്പേ ഞാൻ ഇതിൻ്റെ പകുതി മസാല എടുത്തിട്ട് ഒരു പാത്രത്തിൽ വെക്കും. കാരണം ചിക്കൻ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മസാല മൊത്തം നമ്മൾ പൊരിക്കാണ്ടാണ് ചിക്കൻ ചെയ്യുന്നത്. അപ്പോൾ ഈ മസാലയിലിട്ട് വേവിക്കുമ്പോൾ ഈ മസാല മൊത്തം വെന്ത് ഉടഞ്ഞു പോവും. ഇപ്പോൾ ഉള്ളി നമ്മൾ വിളമ്പുന്ന സമയത്ത് ഉള്ളി മാത്രം നന്നായിട്ട് കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി മസാല എടുത്തിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെക്കും. മറ്റൊരു ചിക്കൻ 1/4 വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പിന്നെ ആ മസാല ഞാൻ അതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പകുതി എടുത്ത് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് പകുതിയുള്ള മസാലയിലേക്ക് ചിക്കൻ ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞു നമ്മൾ അടച്ചു വെച്ചിട്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് അടി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി ഇട്ട് കൊടുക്കാൻ വേണം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊക്കെ ചിക്കൻ്റെ അകത്ത് തന്നെ ഇറങ്ങി വന്നോളൂ. ഇനി മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം.
അപ്പോൾ ചിക്കനിലൊക്കെ നന്നായി വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റും കൂടി വേവിക്കാം. ചിക്കൻ നന്നായി വേവുന്നവരെയാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ്. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ 20 മിനിറ്റ്. നമ്മൾ ചിക്കൻ നല്ല വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റുമ്പോൾ മാറ്റി വെച്ച ഉള്ളി ചേർക്കാം. എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്തായിരുന്നു ഉപ്പിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാലേൻ്റെ അധികം കുത്തൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് യോഗേർട്ട് ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ യോഗേർട്ട് ചേർക്കുന്നുണ്ട്. യോഗേർട്ട് ഇല്ലെങ്കിൽ പുളി കുറഞ്ഞ് കട്ടിത്തൈര് ചേർത്താലും മതി. ഇങ്ങനെ യോഗേർട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മസാലേൻ്റെ ടേസ്റ്റിലൊരു ബാലൻസ് കിട്ടും. കറക്റ്റായിട്ടുള്ള സ്പൈസിനെസ്സും എരിവും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ യോഗേർട്ട് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ അകത്ത് ബാക്കിയുള്ള 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും. അപ്പം നമ്മൾ ചിക്കൻ മസാല റെഡിയായി ബിരിയാണിക്കുള്ള. ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായ റൈസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 കിലോ ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ജീരകശാല റൈസാണ്, ചെറിയ ബിരിയാണി അരി. ഇതൊരു മെഷറിംഗ് കപ്പിൽ അളന്നിട്ട് അതിൻ്റെ ഡബിളാണ് നമ്മൾ ഈ റൈസ് ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ടത്. പിന്നെ അതിന് ഒരു 10 ഗ്രാമ്പു, ഒരു 3 കഷ്ണം പട്ട, ഒരു 4 ഏലക്കായ. ഇത് റൈസ് വേവിക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. റൈസ് വറക്കുമ്പോൾ ആവശ്യമായ ഓയിലും പശു നെയ്യും. ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ഉള്ളി സ്ലൈസ് ചെയ്തതാണിത്. ഇത് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ 1 പിടി മല്ലിയില, 1 പിടി പുതിനയില, 50 ഗ്രാം അണ്ടിപ്പരിപ്പ്, 50 ഗ്രാം മുന്തിരി. ഇത് പശു നെയ്യിൽ വറുത്തിട്ടാണ് നമ്മൾ ഗാർണിഷ് ചെയ്യുന്നത്. ഞാൻ റൈസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ, ഒരു 2 ടേബിൾ സ്പൂൺ പശു നെയ്യ്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഹോൾ സ്പൈസസ് ചേർക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്കായ. ഇനി നമുക്ക് കഴുകി വെച്ച അരി ഇതിലേക്ക് ചേർക്കാം. നന്നായി ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ അരി വറന്ന് റെഡിയായിട്ടുണ്ട്. അപ്പം അരിൻ്റെ അകത്തുള്ള വെള്ളം പോയിട്ട് അരി നല്ല ഇങ്ങനെ വിട്ട് നിൽക്കണം. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാം, തിളപ്പിച്ച വെള്ളം. എൻ്റെ ഈ കപ്പിൽ 2 കപ്പായിരുന്നു 2 കിലോ അരിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ കപ്പിൽ 4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് എപ്പോഴും കുറച്ചൊന്ന് കൂടി നിൽക്കണം. ഇപ്പോൾ ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു പൊടിക്കധികം നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ആദ്യത്തെ 3 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ നന്നായി തിളച്ച ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഒരു 7 മിനിറ്റും കൂടി വേവിക്കുക. ഇത് 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് 2 സ്പൂണ് പശു നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 7 മിനിറ്റും കൂടി ഇത് വേവിക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഒരു 3 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ഒന്നുകൂടി തുറന്ന് നോക്കണം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഈ 7 മിനിറ്റും വേവിക്കേണ്ടത്. ഒന്ന് തുറന്ന് നോക്കാം.
അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ 7 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളെ ചോറ് വെന്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ ബിരിയാണി ചെയ്യുമ്പോൾ എപ്പോഴും 10 മിനിറ്റാണ് മൊത്തത്തിൽ ചോറ് വേവാൻ വേണ്ടി എടുക്കാറ്, ബിരിയാണി റൈസ് വേവാൻ വേണ്ടിയിട്ട്. അത് ഓരോ അരിക്കനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വേവിക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നല്ല പാകത്തിനുള്ള വേവായിരിക്കും. പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഒരു പ്രാവശ്യം 7 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിട്ട് 7 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാൻ വിചാരിക്കരുത്. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് അടി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ഇളക്കി നോക്കണം. ഇപ്പം നമ്മൾ റൈസ് പാകത്തിന് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടിച്ചു നോക്കാം. നമ്മൾ ബിരിയാണിക്ക് ഗാർണിഷിന് ആവശ്യമായിട്ടുള്ള ഉള്ളി വഴറ്റിയെടുക്കുന്നതാണ്. നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പശു നെയ്യ് ഒഴിച്ചു. അപ്പോൾ പശു നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 50 ഗ്രാം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് മുന്തിരിങ്ങ ചേർക്കാം. നമ്മൾ മുന്തിരിങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ചിക്കൻ ബിരിയാണി എങ്ങനെ ദം ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഉരുളിയിൽ 1 ലെയർ റൈസ് ഇട്ടു. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ ചിക്കൻ്റെ മസാല വെക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ലെയർ ചിക്കൻ്റെത്. അപ്പോൾ ചിക്കൻ ലെയറിൻ്റെ മേലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർക്കുക. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക കുറച്ച്. എന്നിട്ട് അടുത്ത ലെയർ റൈസ് ഇടാം. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സെയിം തിങ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. പിന്നെയും ലെയർ ചിക്കൻ. ഇനി നമുക്ക് വറുത്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർക്കാം. മല്ലിയിലയും പുതിനയിലയും. അടുത്ത ലെയർ റൈസ് ഇടാം. അപ്പോൾ നമ്മൾ 2 ലെയറിങ്ങും കഴിഞ്ഞു. ഇനി അതിൻ്റെ മേലേക്ക് 1/2 ടേബിൾ സ്പൂൺ പശു നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ഗാർണിഷിംഗ് എല്ലാം ഇട്ട് കൊടുക്കുക. ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ മല്ലിയിലയും പുതിനയും അരിഞ്ഞ് വെച്ചിട്ടുള്ള 1/2 ടീസ്പൂൺ ഗരം മസാല ഒന്ന് വെതറി കൊടുക്കുക. അവസാനമായിട്ട് ഞാനിവിടെ കുറച്ച് കുങ്കുമപ്പൂ പാലിൽ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുങ്കുമപ്പൂ കിട്ടുന്നില്ലെങ്കിൽ യെല്ലോ ഫുഡ് കളറിങ് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് സീൽ ചെയ്യാം. എന്നിട്ട് നന്നായി സീൽ ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് മൈദ മാവിൻ്റെയും ഗോതമ്പത്തിൻ്റെ ഒരു മിക്സാണ്. ഇത് അധികം ടൈറ്റ് ആവാതെ ഈ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുത്തിട്ട് ഇതാണ് നമ്മളിതിൻ്റെ എഡ്ജസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നല്ല ടൈറ്റായിട്ട് നമ്മൾ സീൽ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ കനൽ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ മേലെ വെച്ചിട്ടുള്ളത്, നമ്മൾ മൂടീൻ്റെ മേലെ. ഇനി ഇത് ഞാൻ നേരത്തെ കൊടുക്കും. അടിയിൽ വളരെ ലോ ഫ്ലെയിമിൽ ചെറിയ തീ കൊടുക്കും. ഈ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന മാവ് ഉണങ്ങി വരുന്നതാണ് ഇതിൻ്റെ ദമ്മായ പരുവം. നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ നമുക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി കിട്ടണം. കഷ്ണങ്ങളായിട്ട് നല്ല ഉറപ്പായിട്ട് അടുപ്പിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടിയിലും മുകളിലും കണലുള്ള രീതിയിൽ അടുപ്പിൽ ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടും ഉണ്ടാവുക. പക്ഷെ ഇവിടെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കൺവെൻഷണൽ ഓവനിൽ 100 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഓവനിലേക്ക് വെക്കുകയാണ്.
ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ചെയ്തതാണ് ഞാൻ. ഈ കനൽ വെച്ചിട്ട് 20-25 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് റെഡിയാവും. ഞാനിത് ദം ചെയ്യുന്നത് കൺവെൻഷണൽ ഓവനിലാണ്. അപ്പോൾ ഞാൻ 100 ഡിഗ്രി സെറ്റ് ചെയ്തിട്ട് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 30 മിനിറ്റ് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോൾ 100 ഡിഗ്രിയിൽ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ദം ചെയ്തിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.